This question, 6 dice are thrown 729 times. How many times do you expect at least 3 dice to show a 5 or 6? Here, small n equal to 6, capital N equal to 729. ഒരു ഡൈയെ നമ്മൾ ത്രോ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന പ്രോബബിലിറ്റി ആണ് 1/6. അപ്പോൾ പി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് 5 or 6. ഇപ്പോൾ 1/6 പ്ലസ് 1/6 ഈക്വൽ ടു 2/6 ഈക്വൽ ടു 1/3. അപ്പോൾ പി 1/3 ആകുമ്പോൾ ക്യൂ എന്തായിരിക്കും 1 - പി. 1 - 1/3 ഈക്വൽ ടു 2/3. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ടൈംസ് ഡു യു എക്സ്പെക്റ്റ് അറ്റ്ലീസ്റ്റ് 3 ഡൈസ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എറ്റ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എറ്റ്സ് ഇസ് ഈക്വൽ ടു 3 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എറ്റ്സ് ഇസ് ഈക്വൽ ടു 4 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എറ്റ്സ് ഇസ് ഈക്വൽ ടു 5 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എറ്റ്സ് ഇസ് ഈക്വൽ ടു 6. ഇനി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ PDF കൊടുക്കുക. PDF അറിയാമല്ലോ, NCX P raised to X Q raised to N minus X. അപ്പോൾ 6C3 1/3 the whole raised to 3 2/3 the whole raised to 3 plus 6C4 1/3 the whole raised to 4 2/3 the whole square plus 6C5 1/3 the whole raised to 5 into 2/3 plus 1/3 the whole raised to 6. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 233 ഡിവൈഡഡ് ബൈ 729 ആണ്. റെക്കോർഡ് നമ്പർ ഓഫ് ടൈംസ്. ഞാൻ നേരത്തെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ PDF പഠിപ്പിച്ചപ്പോൾ ഒരു നോട്ടായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. n ടൈംസ് റിപ്പീറ്റഡ് ആണെങ്കിൽ, ഇഫ് എക്സ്പെരിമെൻറ്റ് ഈസ് റിപ്പീറ്റഡ് n ടൈംസ് ആണെങ്കിൽ ക്യാപിറ്റൽ N ഇൻറ്റു പ്രോബബിലിറ്റി. അപ്പം ക്യാപിറ്റൽ N എന്ന് പറയുന്നത് 729 ആണ്. അപ്പോൾ 729 ഇൻറ്റു 233 ഡിവൈഡഡ് ബൈ 729 ഈക്വൽ ടു 233. This question, in sampling a large number of parts manufactured by a machine, the mean number of defectives in a sample of 20 is 2. Out of 1000 such samples, how many would be expected to contain? First one, no defective. Second one, exactly 3 defectives. Third one, not more than 3 defectives. And fourth one, at least 3 defectives. P എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ്. ലെറ്റ് P ബി ദി പ്രോബബിലിറ്റി ഓഫ് ദ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ്. ആ സാമ്പിൾ തന്നിട്ടുണ്ട് 20:2. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് 20 ആണ്. നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ 20. അപ്പോൾ P ഈക്വൽ ടു 2/20 ഈക്വൽ ടു 1/10 ഈക്വൽ ടു 0.1. ഇപ്പോൾ Q ഈക്വൽ ടു 1 - 0.1 ഈക്വൽ ടു 0.9. സ്മോൾ n എന്ന് പറയുന്നത് 20 ആണ്. ക്യാപിറ്റൽ N എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1000. P ഓഫ് X is equal to NCX P raised to X Q raised to N minus X, where X is equal to 0, 1, 2, etc. up to N. 20CX 0.1 raised to X 0.9 the whole raised to 20 minus X, where X is equal to 0, 1, 2, etc. up to 20. ഇനി ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോ ഡിഫക്റ്റീവ് ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് X is equal to 0. ഇപ്പോൾ 0.9 raised to 20, അപ്പോൾ 0.1216. അപ്പോൾ റെക്കോർഡ് നമ്പർ എന്ന് പറയുന്നത് 1000 ഇൻറ്റു 0.1216 ഈക്വൽ ടു 122. നെക്സ്റ്റ് വൺ, എക്സാക്ട്ലി 3 ഡിഫക്റ്റീവ്സ്. എക്സാക്ട്ലി 3 ഡിഫക്റ്റീവ്സ് എന്ന് പറയുമ്പം പ്രോബബിലിറ്റി ഓഫ് X is equal to 3. ഇപ്പോൾ 20C3 0.1 raised to 3 0.9 raised to 17 ഈക്വൽ ടു 0.1901. Record number is equal to 1000 into 0.1901 equal to 190. The probability of not more than 3 ആണെങ്കിൽ probability of X less than or equal to 3. Probability of X is equal to 0 plus probability of X is equal to 1 plus probability of X is equal to 2 plus probability of X is equal to 3 is equal to 0.9 raised to 20 plus 20 into 0.1 into 0.9 raised to 19 plus 190 into 0.1 the whole square into 0.9 raised to 8 into 1140 into 0.1 raised to 3 into 0.9 raised to 17. ഇത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ് 0.867. റെക്കോർഡ് നമ്പർ is equal to 1000 into 0.867 equal to 867. The probability of at least 3, probability of X greater than or equal to 3. Probability of X greater than or equal to 3 നമുക്ക് ഇങ്ങനെ എഴുതാം, 1 minus of probability X less than 3. അപ്പോൾ 1 minus of probability of X is equal to 0 plus probability of X is equal to 1 plus probability of X is equal to 2.
അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന ആൻസറാണ് 0.3231. അപ്പോൾ റെക്കോർഡ് നമ്പർ is equal to 1000 into 0.3231 is equal to 323. Next ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഔട്ട് ഓഫ് 800 families with 4 children each, how many families would be expected to have 2 boys and 2 girls? Second one, at least 1 boy. Third one, at most 2 girls. And fourth one, children of both genders. ഇപ്പോൾ ഇവിടെ ബോയും ഗേളും ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് അസ്യൂം ചെയ്യുകയാണ്. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ ബോയ്സിനും ഗേൾസിനും ഈക്വൽ പ്രോബബിലിറ്റി എന്നുള്ള കേസിൽ അസ്യൂം ചെയ്യും. ഈക്വൽ പ്രോബബിലിറ്റി ആകുമ്പോൾ നമുക്കറിയാം പിയും 1/2 ആയിരിക്കും, ക്യൂവും 1/2 ആണ്. ഇതൊക്കെ നിങ്ങൾ നേരത്തെ പ്രോബബിലിറ്റി എന്നൊരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ്. അസ്യൂം ഈക്വൽ പ്രോബബിലിറ്റീസ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. ഇപ്പോൾ പി ഈക്വൽ ടു 1/2, ക്യൂ ഈക്വൽ ടു 1/2. സ്മോൾ എൻ തന്നിട്ടുണ്ട് 4. പ്രോബബിലിറ്റി ഓഫ് 2 boys and 2 girls എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ 4C2 1/2 the whole square into 1/2 the whole square. ഇത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടും 3/8. ഇനി നമ്പർ ഓഫ് ഫാമിലീസ് ഹാവിങ് 2 boys and 2 girls. ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 800 തന്നിട്ടുണ്ട്. അപ്പോൾ 800 into 3/8 is equal to 300. Next one, probability of at least 1 boy. Probability of x greater than or equal to 1 is equal to 1 minus probability of x less than 1. 1 minus probability of x is equal to 0. Final answer ആണ് 15/16. The number of families having at least 1 boy ആണെങ്കിൽ 800 into 15/16 is equal to 750. Probability of at most 2 girls ആണെങ്കിൽ probability of x less than or equal to 2. So probability of x is equal to 0 plus probability of x is equal to 1 plus probability of x is equal to 2. ഇപ്പോൾ സോൾവ് ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ് 11/16. The number of families having at most 2 girls. അപ്പോൾ 800 into 11/16 is equal to 550. Next one, probability of children of both genders. അപ്പോൾ അങ്ങനെ എനിക്കൊരു ഫോർമുലയുണ്ട്. 1 minus probability of children of the same gender. അപ്പോൾ 1 minus probability of all are boys plus probability of all are girls. അപ്പോൾ 1 minus probability of x is equal to 4 plus probability of x is equal to 0. കിട്ടുന്ന ആൻസർ ആണ് 7/8. അപ്പോൾ the number of families having children of both gender is equal to 800 into 7/8 is equal to 700. This question, fit a binomial distribution to the data x is equal to 0, 1, 2, 3, 4. Frequency തന്നിട്ടുണ്ട് 4, 10, 15, 9, 2. അപ്പം എക്സിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മീൻ കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് നമ്മൾ നേരത്തെ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിക്കും. എക്സിൻ്റെ വാല്യൂസ് ഫ്രീക്വൻസി തന്നിട്ടുണ്ടെങ്കിൽ മീൻ കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് σFi HI ഡിവൈഡഡ് ബൈ σFi. 75 divided by 40, അപ്പോൾ 1.875. ഇനി സ്മോൾ എൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ എക്സിൻ്റെ വാല്യൂ 0 മുതൽ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ 0 മുതൽ n വരെയാണ്. അപ്പോൾ n അവിടെ 4 ആണ് വരുന്നത്. അപ്പോൾ ഹിയർ n is equal to 4. ഇനി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ എന്ന് പറയുന്നത് NP ആണ്. അപ്പോൾ NP എന്ന് പറയുന്നത് 1.875 ആണ്. അപ്പോൾ P എന്തായിരിക്കും? 1.875 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ 0.46875. അപ്പോൾ Q എന്താണ്? 0.53125. പ്രോബബിലിറ്റി ഓഫ് എക്സ് എഴുതുക. അപ്പോൾ 4CX 0.46875 the whole raised to x, 0.53125 raised to 4 minus x, where x is equal to 0, 1, 2 etc. up to 4. ഇപ്പോൾ സ്മോൾ പി ആയി, സ്മോൾ ക്യൂ ആയി, പിന്നെ n ആയി. ഇപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ PDF എഴുതി നമ്മൾ. ഇനി ടേബിൾ വരയ്ക്കണം. ടേബിളിൽ നമുക്ക് 3 ടേബിളാണ് വേണ്ടത്. എക്സിൻ്റെ വാല്യൂസ് വേണം, പ്രോബബിലിറ്റി ഓഫ് എക്സ് വേണം, ഇനി ക്യാപിറ്റൽ N ഇൻറ്റു P ഓഫ് എക്സ് വേണം. ക്യാപിറ്റൽ N എന്ന് പറയുന്നത് σFi ആണ്. എക്സിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്, 0, 1, 2, 3, 4 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ P ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ PDF നമ്മൾ എഴുതിയല്ലോ. അവിടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 അത് കാൽക്കുലേറ്റ് ചെയ്യുക. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 കാൽക്കുലേറ്റ് ചെയ്യുക. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 കാൽക്കുലേറ്റ് ചെയ്യണം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3 കാൽക്കുലേറ്റ് ചെയ്യണം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 4 കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി ലാസ്റ്റ് കോളം എന്ന് പറയുന്നത് ക്യാപിറ്റൽ N ഇൻറ്റു P ഓഫ് എക്സ് ആണ്. ഇപ്പോൾ ക്യാപിറ്റൽ N എന്ന് പറയുന്നത് σFi ആണ്. അപ്പോൾ σFi നമുക്ക് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് 40 എന്ന്. അപ്പോൾ 40 ഇൻറ്റു P ഓഫ് എക്സ് അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ വാല്യൂസ് എല്ലാം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 3.184 ആണെങ്കിൽ അതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ എഴുതുക 3.
11.24 ആണെങ്കിൽ അപ്രോക്സിമേറ്റ് വാല്യൂ 11. ഇനി 14.876 അപ്രോക്സിമേറ്റ് വാല്യൂ 15 എന്ന് പറഞ്ഞാൽ 5 കൂടുതലാണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരെണ്ണം ആഡ് ചെയ്യും, അതുകൊണ്ടാണ് അവിടെ 15 എഴുതിയത്. ഇനി 8.744 ആണെങ്കിലോ ഇവിടെ അതുപോലെ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം 5 കൂടുതലാണ്, അപ്പോൾ അപ്രോക്സിമേറ്റ് വാല്യൂ 9. ഇനി 1.928 ആണെങ്കിലോ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ് വാല്യൂ 2. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നമ്മൾ സിഗ്മ എൻ ഇൻറ്റു പി ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമുക്ക് സിഗ്മ എഫ് ഐ എന്ന് കിട്ടണം. അത് 40 ആണ്, അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അതിൻ്റെ സമേഷൻ പ്രോബബിലിറ്റി എടുക്കുമ്പം അവിടെ 1 കിട്ടുക. അപ്പോൾ ഇത് രണ്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ ചെയ്തതിലൊന്നും മിസ്റ്റേക്ക് ഇല്ല എന്നാണ് ഇതിനർത്ഥം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് പഠിക്കണം.